മഹാദേവൻ്റെ ഉപാസന. അപ്പോൾ ഈ എല്ലാവരും ഗുരുക്കന്മാരെ തേടി നടക്കുന്നൊരു കാലമാണ്. അപ്പോൾ നല്ല അറിവുള്ള ഗുരുക്കന്മാരടുത്ത് എത്തിപ്പെടണമെങ്കിൽ അതിനൊരു യോഗം വേണം. അപ്പോൾ ഗുരുക്കന്മാരെ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പരമഗുരുവായ മഹാദേവനെ ഉപാസിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാമെന്നുള്ളതാണല്ലോ എല്ലാവരും പറയുന്നത്. അപ്പോൾ എന്തിന് മഹാദേവനെ ഉപാസിക്കണം, എങ്ങനെ ഉപാസിക്കണം ഒന്ന് പറയാമോ അമ്മേ? നമസ്കാരം. ദേവാദിദേവനാണ് മഹാദേവൻ. അതെ അതെ. മഹാദേവൻ അപ്പുറമൊന്നുമില്ല. അതെ. അപ്പോൾ ഈ മഹാദേവനെ മഹാദേവന് കൂടെ പാർവതിയുണ്ട്. അതാണ് മഹാദേവൻ ലക്ഷ്മി തന്നെയാണ്. അപ്പം മഹാദേവനെ നമ്മൾ ഉപാസിക്കുമ്പോൾ ക്ഷിപ്രകോപിയാണ്, ക്ഷിപ്രപ്രസാദിയാണ്. വളരെയധികം വിധേയത്വത്തിൽ കൂടി, അതായത് താഴ്മയോടുകൂടി പ്രാർത്ഥിക്കണം മഹാദേവനെ. പറഞ്ഞില്ലേ, ശിവക്ഷേത്രത്തിലൊക്കെ പോയാൽ നമ്മൾ നേരെ തൊഴില്ല, സൈഡ് തിരിഞ്ഞ് നിന്ന് തൊഴുള്ളൂ. അപ്പോൾ ആ തൃക്കണ്ണ് തുറന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്. അതാണ് കാരണം. അപ്പം മഹാദേവനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തിങ്കളാഴ്ച, ശനിയാഴ്ചയാണ് മഹാദേവന് പ്രദോഷം എന്നൊക്കെയാണ് പ്രധാനപ്പെട്ട ദിവസങ്ങൾ. തിങ്കളാഴ്ച ദിവസങ്ങളിൽ നമ്മൾ മഹാദേവന് ഭയങ്കര ഇഷ്ടമുള്ള സമയമാണ്. അത് മംഗല്യത്തിനും വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കാനും അതുപോലെ തന്നെ മംഗല്യ ജീവിതം, ദാമ്പത്യ ജീവിതം നന്നാവാനൊക്കെ തിങ്കളാഴ്ച ദിവസങ്ങളിൽ നല്ലതാണ്. പക്ഷെ വെള്ളിയാഴ്ചയ്ക്കും പ്രാധാന്യമുണ്ട്. ദാമ്പത്യ കലഹം മാറാനും ഐക്യമത്യം ഉണ്ടാവാനും ശിവക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച ദിവസം ഐക്യമത്യം ചെയ്താൽ ഉറപ്പായിട്ടും മാറ്റം വരും. അത് കാര്യമുണ്ട്. അത് പാർവതി ദിവസമല്ലേ വെള്ളിയാഴ്ച, ആണ് കാരണം. തിങ്കളാഴ്ച ദിവസങ്ങളിൽ ശിവനെ തുമ്പപ്പൂ കൊണ്ട് സ്വയംവര പുഷ്പാഞ്ജലി കഴിച്ചാൽ വിവാഹം നടക്കാത്തവർക്ക് നടക്കും. പല ഇതുണ്ട്. എൻ്റെ ജാതകത്തിലെ വിവാഹയോഗമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ജാതകം കണ്ടിട്ടില്ല. പക്ഷേ ഇത് എനിക്ക് അറിയാതെ ഞാൻ തലശ്ശേരി താമസിക്കുമ്പോൾ അവിടെ തിരുങ്ങാട്ടമ്പലമുണ്ട്, അതിൻ്റെ അടുത്താണ് ഞങ്ങൾ താമസിച്ചിരുന്നത്. അപ്പോൾ അവിടെ അമ്പലത്തിൽ നിറയെ തുമ്പപ്പൂവാണ്, നല്ല ഭംഗിയൊരു തുമ്പപ്പൂവാണ്. അപ്പം ഞാൻ എന്ത് ഈ തുമ്പപ്പൂവൊക്കെ പറിക്കും തിങ്കളാഴ്ച. എൻ്റെ അമ്മായി തിങ്കളാഴ്ച നോയമ്പെടുക്കുമായിരുന്നു. അപ്പോൾ വടക്കുന്നാഥനും തെക്കുന്നാഥനും രണ്ടുപേരുണ്ട്, രണ്ട് ശിവനാണ്. വടക്കുന്നാഥൻ അമ്പലത്തിലാണ് അമ്മായി നോയമ്പെടുത്തിട്ട് പാരണ വീടാൻ പോകാമെന്ന് പറയും. അവിടെ കാലൊഴിച്ചിട്ട് നടത്തിയിട്ട് ഭക്ഷണം കഴിക്കും. അങ്ങനെയാണത്. അപ്പോൾ പോകുമ്പോൾ ഞങ്ങൾ വീട്ടിലിരിക്കാൻ പറ്റും, ഞാനും കൂടെ പോകും. അപ്പം ഞാൻ ഈ തുമ്പപ്പൊക്കെ പറിച്ച് മാല ഉണ്ടാക്കും. നല്ല ഭംഗിയാണ് കാണാൻ മാല. 2 മാല ഉണ്ടാക്കിയിട്ട് 2 ദേവനും, ഈ വടക്കുന്നാഥനും വടക്കേടത്തപ്പനും തെക്കേടത്തപ്പനും 2 ശിവനും ഞാൻ കൊടുക്കുമായിരുന്നു ചേർത്താൻ. പക്ഷെ അറിയാതെ ചെയ്തതാണത്. പക്ഷേ എനിക്ക് വിവാഹത്തിന് യാതൊരു തടസ്സം ഉണ്ടായില്ല. ഒരു ബ്രോക്കറേജ് പോലും കൊടുക്കാതെ തന്നെ കല്യാണം നടന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി തുമ്പപ്പൂവിൻ്റെ മഹാത്മ്യം എന്താണ്. ഞാൻ എല്ലാവർക്കും നിർദ്ദേശിക്കുന്നുണ്ട്, കല്യാണം നടക്കാത്തവർക്ക് തുമ്പപ്പൂ കൊണ്ട് തിങ്കളാഴ്ച ദിവസം സ്വയംവര പുഷ്പാഞ്ജലി ശിവക്ഷേത്രത്തിൽ ചെയ്താൽ തീർച്ചയായിട്ടും വിവാഹം നടക്കും. അത് പിന്നെ ജാതകത്തിൽ വേറെ ദോഷങ്ങളൊന്നും ഉണ്ടാവരുത്. പിന്നെ പിതൃദോഷവും സർപ്പദോഷവും ഒക്കെ ഉണ്ടെങ്കിൽ പറ്റില്ല. അപ്പോൾ പൂർവ്വ ദോഷങ്ങളിൽ മാറ്റണം. അല്ലെങ്കിൽ സാധാരണ രീതിയിലാണെങ്കിൽ അത് ഒരു 20 വയസ്സാകുമ്പോഴേക്കും ചെയ്തു കഴിഞ്ഞാൽ അവരുടെ കല്യാണം ഒരു 10-24 വയസ്സ് 22 വയസ്സൊക്കെ ആകുമ്പോഴേക്കും വിവാഹം നടക്കും. എനിക്ക് വേണ്ടി ഒരു പുഷ്പാഞ്ജലി കഴിച്ചില്ല, ഒരു പ്രപ്പോസൽ, ഒരു മാട്രിമോണിയിൽ എനിക്ക് എൻ്റെ വീട്ടിൽ ചെയ്തിട്ടില്ല. പക്ഷേ ഇങ്ങനെ ചെയ്തുകൊണ്ടായിരിക്കാം ശരി എന്ന് ഞാൻ വിചാരിക്കും. അപ്പോൾ തുമ്പപ്പൂവിന് അത്ര പ്രാധാന്യമുണ്ട്. പിന്നെ മാത്രമല്ല, ഇപ്പോൾ പഠിച്ചു വന്നപ്പോൾ മനസ്സിലായി, ശനി ഞായർ തിങ്കൾ ദിവസങ്ങളിൽ തുമ്പപ്പൂ ശിവക്ഷേത്രത്തിൽ വൈകുന്നേരം സമർപ്പിച്ചാൽ ഈ കേസൊക്കെ ഉണ്ടാവില്ല, കള്ളക്കേസൊക്കെ ഉണ്ടാവില്ല, ആൾക്കാർ കേസൊക്കെ കൊടുത്തിട്ടുണ്ട്, സത്യമല്ലാത്തൊക്കെ അതൊക്കെ മാറിപ്പോകും. വെറുതെ സമർപ്പിച്ചാൽ മതി. പിന്നെ മഹാദേവന് ഈ ഭസ്മം സമർപ്പിക്കുക. ഒരു കൂട് ഭസ്മം സമർപ്പിച്ചിട്ട് ശനിയാഴ്ച ദിവസങ്ങളിൽ ഒരു കൂട് ഭസ്മം സമർപ്പിച്ചിട്ട് അത് അഭിഷേകത്തിൽ നമുക്ക് തരുള്ള പ്രസാദം അതൊരു ഡബലിട്ട് വയ്ക്കുക. അങ്ങനെ ഒരു 4 ശനിയാഴ്ച കുറേ ആവും. ഇതായിക്കഴിഞ്ഞാൽ നമുക്ക് പറയുകയാണെങ്കിൽ എന്തെങ്കിലും നെഗറ്റീവൊക്കെ ഉണ്ട് തോന്നൂല നമുക്ക് വീട്ടിൽ. അപ്പോൾ തെക്ക് പടിഞ്ഞാറ് വശത്ത് കൊണ്ട് തൂവിക്കളയുക ഈ ഭസ്മം. ഭയങ്കര പവർഫുൾ. അവർ ഭഗവാൻ ചാർത്തി അഭിഷേകം ചെയ്ത് ഭസ്മല തരും നമുക്ക്, പ്രാർത്ഥന പൂജിച്ച ഭസ്മല. മഹാദേവൻ്റെ ചൈതന്യം നമുക്ക് പറഞ്ഞാൽ തീരില്ല. ഭയങ്കര പവറാണ്. ആരും നമ്മളെ എന്താണെന്നറിയാമോ, ഒന്നവിടെ ചെന്ന് തൊഴുത് എല്ലാ ശനിയാഴ്ചയും നമ്മൾ നിർമ്മാല്യം തൊഴുകയാണെങ്കിൽ ഇല്ലാത്തവനും ഉണ്ടാവും, ഉയർന്നു വരും, ഉറപ്പാണത്. സാധിക്കില്ല എല്ലാവർക്കും, അതാണ് ഏറ്റവും വലിയ വഴി. അപ്പോൾ മഹാദേവൻ്റെ കാര്യങ്ങൾ പറയാതിരിക്കുക. പിന്നെ കണ്ണൂർ രാജരാജേശ്വരൻ അമ്പലമുണ്ട്, അവിടെ 8 മണി കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് റാവും. അത് നെയ്യാമൃതം എന്നൊക്കെ പറഞ്ഞൊരു ഭയങ്കര വെള്ളിപ്പാത്രത്തിൽ നെയ്യ്, അങ്ങനെ ഭയങ്കര സ്വർണ്ണം അങ്ങനെയൊക്കെ ഉണ്ട്. അത് ഭയങ്കര പവറാണ് അവിടെയൊക്കെ. അപ്പോൾ ശിവൻ്റെ പിന്നെ കൊട്ടിയൂര് കണ്ടില്ലേ ശിവൻ മഹാദേവൻ്റെ, എന്തൊരു ഇതാണ്. ഉത്സവം നടക്കുക. കുറച്ച് പേർക്ക് കുറച്ച് ദിവസങ്ങളിൽ സ്ത്രീകൾക്ക് പ്രവേശനമുള്ള അവിടെ അക്കരെ കൊട്ടിയൂർ ഇക്കരെ കൊട്ടിയൂരും ഉണ്ട്. അപ്പോൾ ഈ ഇക്കരെ കൊട്ടിയൂരിലാണ് ഈ വെള്ളം ഇതൊക്കെ ഉള്ളത്, നല്ലതാണ്. ഞാൻ കണ്ടിട്ടുണ്ട് അവിടെ ശവനപ്രശ്നം ചെയ്യാനായിട്ടുണ്ട്, കല്ലുമേക്കൂടിയൊക്കെ. അത്ര ശക്തമായ ഒരു അമ്പലമാണത്. പിന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മൾ മഹാദേവനെ നമശിവായ ചൊല്ലുക. അതുപോലെ എപ്പോഴും നമ്മുടെ ഇടയ്ക്കൊക്കെ നമശിവായ ചൊല്ലുക. ശിവശിവ 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 എന്ന് ചൊല്ലിക്കഴിയുമ്പോൾ ശിവോഹം ഇതൊക്കെ വളരെ ഇതാണ്.
അപ്പം മഹാദേവനെ പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും നമ്മൾ നെഞ്ചിൽ അനാഹൃത ചക്രത്തിൽ മഹാദേവനെ ധനം വരണമെങ്കിൽ അനാഹൃതത്തിൽ മഹാദേവനെ കണ്ട് പ്രാർത്ഥിക്കണം. മഹാദേവന് ചുവന്ന രൂപത്തിൽ നമ്മുടെ നെഞ്ചിൽ ഇങ്ങനെ ഇരിക്കുന്നതായിട്ട് പ്രാർത്ഥിച്ചിട്ട് അല്ലെങ്കിൽ ആജ്ഞാചക്രത്തിൽ ഈ അല്ലെങ്കിൽ സഹസ്രാരം അതൊക്കെ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സാധിക്കുള്ളൂ. സാധനം പെട്ടെന്ന് സാധിക്കില്ല. നെഞ്ചിൽ നമുക്ക് പറ്റും, ഇങ്ങനെ വെച്ചിട്ട് പ്രാർത്ഥിക്കാൻ പറ്റും. അത് വിഗ്രഹമല്ല, മനസ്സിനുള്ളിൽ ഇങ്ങനെ വിഗ്രഹം സങ്കല്പിച്ചിട്ട് നമ്മൾ ശിവ 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 മഹാദേവ ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മൾ എന്താണോ ആഗ്രഹിച്ചത് നല്ല കാര്യങ്ങളാണ് നടന്നിരിക്കും ഉറപ്പായിട്ടും. ഇപ്പോൾ നമുക്കൊരു പെട്ടെന്നൊരു കാര്യങ്ങൾ നടക്കണം. ഇപ്പോൾ ഒരു കുട്ടി ഇൻ്റർവ്യൂവിന് പോയേക്കാണ്, ഈ കൊച്ച് ഇപ്പോൾ എനിക്കിതുപോലെ അനുഭവം ഉണ്ടായി. ഇതുപോലെ തന്നെ ഒരു കുട്ടി ഇതിന് പോയേക്കുമ്പോൾ സംശയം കിട്ടുമെന്നുള്ളതായിരുന്നു. ഞാനിവിടെ നിന്ന് ശരിക്കും പ്രാർത്ഥിച്ചു, ശിവ ശിവ മഹാദേവ. പിന്നെ എനിക്ക് ഹനുമാനെ പ്രാർത്ഥിക്കൂട്ടപ്പോഴും, ഞാൻ ഹനുമാൻ്റെ ഒരു ഭക്തിയാണ്. അപ്പം ഇങ്ങനെ നമ്മൾ ഹനുമാൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ശിവൻ്റെ രൂപം തന്നെയാണ്, ശിവൻ്റെ വേറെ അവതാരമാണ് ഹനുമാൻ. അപ്പം ഈ മഹാദേവനും പാർവതിയാണ് ഭൂമിയിലുള്ളത്. മഹാദേവനെ പ്രാർത്ഥിച്ച് നടക്കാത്ത ഒന്നും തന്നെയില്ല. പിന്നെ മഹാദേവനെ നമ്മൾ ഒരുപാട് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നമുക്ക് ആഗ്രഹങ്ങളില്ലാണ്ടാവും. ആഗ്രഹങ്ങളില്ലാത്ത അവസ്ഥ അതുള്ളതല്ലേ, ആഗ്രഹങ്ങളില്ലാത്ത അവസ്ഥ. ഇപ്പം നമുക്ക് ഭയങ്കരമായിട്ട് വിശപ്പ് വരാണെങ്കിൽ നമ്മൾ ശരിക്കും നമ്മൾ പ്രാർത്ഥിച്ച് നമുക്ക് വിശപ്പുണ്ടാവില്ല. അപ്പം എന്തെങ്കിലും അസുഖങ്ങൾ വരികയാണെങ്കിൽ നമ്മൾ ശരിക്കും നമഃശിവായ ചൊല്ലിട്ട് ആ വശത്തേക്ക് നോക്കി ചൊല്ലിക്കഴിഞ്ഞാൽ ശ്വാസം കൊണ്ട് ചൊല്ലിക്കഴിഞ്ഞാൽ ശരനൂൽ പ്രയോഗം എന്ന് പറയുന്നത് ശരനൂൽ വിദ്യ. അപ്പോൾ ആ നമ്മൾ നമഃശിവായ ശ്വാസം എടുത്തിട്ട് ആ മനസ്സിൽ ശ്വാസത്തിനെ ഉള്ളിൽ വെച്ചിട്ട് ഹോൾഡ് ചെയ്തിട്ട് ഏത് വശത്താണോ വേദന നമഃശിവായ ശിവശിവ എന്ന് പറയുമ്പോൾ തന്നെ അത് എവിടെ പോയെന്നറിയില്ല. അത്രയും പവർഫുള്ളാണ് മഹാദേവൻ. ഇപ്പോൾ ഗുരുക്കന്മാരില്ലാത്തവർ മഹാദേവന് ഗുരുവായിട്ട് കണക്കാക്കിയാൽ മതി. ഇപ്പം നമുക്ക് ഗുരുക്കന്മാരെ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. പിന്നെ മഹാദേവനെ പ്രാർത്ഥിച്ച് നമുക്ക് നല്ല ഗുരുക്കൾ വരും നമ്മുടെ അടുത്തേക്ക്, അത് വേറെ കാര്യം. ഇപ്പം ഇന്നത്തെ വ്യവസായമുള്ള കാലങ്ങളാണ്, ബിസിനസ്സാണ് മൊത്തം. അപ്പോൾ ആരെ തേടണം ആരെ കാണണം നമുക്ക് അറിഞ്ഞുകൂടാ, അങ്ങനെ ഒരു അവസ്ഥയാണ്. നമുക്കൊരു ഗുരു ഉപദേശം വേണം താനും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഓരോ മന്ത്രങ്ങൾ പറയുമ്പോൾ ഗുരു ഉപദേശം വേണമെന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ അങ്ങനെ വരുമ്പോൾ മഹാദേവൻ നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് എവിടെ നിന്നെങ്കിലും നല്ലൊരു ഗുരുവിനെ ഭഗവാൻ നമ്മുടെ അടുത്ത് എത്തിച്ചിരിക്കും. അത്രത്തോളം പവർഫുള്ളാണ് മഹാദേവൻ്റെ ഇതെന്ന് പറയുന്നത്. എന്തായാലും അമ്മ പറഞ്ഞ വളരെ കറക്റ്റാണ്. അതായത് ഈ എറണാകുളത്ത് ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു അമ്പലമാണ് എറണാകുളത്തപ്പൻ. അതെ, അയ്യോ ഭയങ്കര. അപ്പൻ്റെ അടുത്ത് പോയി നിങ്ങൾ പറഞ്ഞാൽ അതെ ആവശ്യ കാര്യമാണെങ്കിൽ അത് നടക്കും. നടത്തിയതായി. അതായത് ഒരാൾക്ക് മോശം വരാനല്ല, നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഫേസ് ചെയ്യണമെങ്കിൽ അനാഗത ചക്രത്തിൽ കൈവച്ചിട്ട് നമഃശിവായ പറയുകയും അല്ലെങ്കിൽ ശിവോഹം പറയുകയും ചെയ്യുകയാണെങ്കിൽ ഓക്കെ. ഭയങ്കര എറണാകുളത്തപ്പൻ എന്ന് പറയുന്നത് എറണാകുളത്തിൻ്റെ അപ്പൻ തന്നെയാണ്, അതിനകത്തൊരു മാറ്റവുമില്ല. നമ്മളവിടെ നിർമാല്യ സമയങ്ങളിൽ എത്തിപ്പെടാൻ പറ്റുന്ന മഹാഭാഗ്യങ്ങളിലൊന്നാണ്. അതുപോലെ തിരുവനന്തപുരത്തിലാണെങ്കിൽ ശ്രീകണ്ഠേശ്വരമുണ്ട്, തൃശ്ശൂരാണെങ്കിൽ ശ്രീ സാക്ഷാൽ വടക്കുന്നാഥനുണ്ട്, കണ്ണൂരാണെങ്കിൽ ഇപ്പോൾ കൊട്ടിയൂരുണ്ട്. അപ്പോൾ കേരളത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും ശിവക്ഷേത്രങ്ങളുണ്ട്. 108 ശിവാലയങ്ങളുണ്ട്. 108 ശിവാലയങ്ങൾ, 108 ശിവരാത്രിയിൽ ശിവാലയങ്ങൾ എല്ലാവരും പോകുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഗുരു, അതായത് ദേവന്മാരിൽ ദേവൻ മഹാദേവനെ ഉപസിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരു എന്താ പറയുക ഉപാസന തുടങ്ങാം. നിങ്ങൾക്ക് നമഃശിവായ ജപിച്ചുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകാം. അപ്പോൾ എന്ത് വിഷമങ്ങളുണ്ടെങ്കിലും മഹാദേവൻ പൂർണ്ണമായിട്ടും കേൾക്കുകയും മഹാദേവൻ്റെ സാന്നിധ്യം ഭൂമിയിലുണ്ട് എന്നുള്ളതിന് ഒരുപാട് ഡോക്യുമെൻ്റൽ എവിഡൻസ് ഉണ്ട്, ആൾക്കാർ പറയുന്നുണ്ട്. സോ അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. ശിവനെ എങ്ങനെ ഉപാസിക്കണം, ശിവനെ എങ്ങനെ പ്രീതിപ്പെടുത്തണം എന്നുള്ളത് അമ്മ പറഞ്ഞതിൽ തന്നെ വളരെ ക്ലിയറാണ്. നന്ദി, നമസ്കാരം. നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു മാറ്റങ്ങൾക്ക് വേണ്ടി അബാക് ജ്യോതിഷം നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഏതു തരം ജ്യോതിഷപരമായ, പൂജാപരമായ അല്ലെങ്കിൽ വാസ്തു സംബന്ധമായ എന്താവശ്യങ്ങൾക്കും അബാക് ജ്യോതിഷത്തിലെ കൺസൾട്ടൻറ്റുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. അതിലുപരി ജ്യോതിഷപരമായ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ആവശ്യമില്ല. താങ്ക് യു.